സ്റ്റോറി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണേ. അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. മോളെ ഫാത്തിമ, പാത്തു, എടി വെട്ടുപോത്തെ. ആ മൂന്നാമത്തെ വിളി കുറച്ച് കനമുള്ളതായിരുന്നു. അത് ഫാത്തിമയ്ക്ക് മനസ്സിലായി. യെസ് മമ്മി. പുതപ്പിൽ നിന്നും തല പൊക്കിക്കൊണ്ട് ഫാത്തിമ മറുപടി കൊടുത്തു. ഇനിയും മറുപടി കൊടുത്തില്ലെങ്കിൽ സുബേദ കുട്ടി തൻ്റെ വേറിട്ട കലാപരിപാടികൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കും. അതായത് തലയിൽ വെള്ളം ഒഴിക്കുക, തലക്കെട്ട് കിഴുക്കുക, അങ്ങനെ പോകുന്നു ഞാൻ പറഞ്ഞ വേറിട്ട കലാപരിപാടികൾ. ഹോ, വിളിക്കേണ്ട പേര് വിളിച്ചപ്പോൾ ഓള് വിളി കേട്ടു. അടുക്കളയിൽ നിന്നും സുബേദ പിറുപിറുത്തു. പുറത്ത് മഴ ചാറുന്നുണ്ട്. ജൂൺ മാസം, മൺസൂൺ കാലം. രാവിലെ കിടന്നുറങ്ങാൻ ഇതിനേക്കാൾ പറ്റിയ കാലാവസ്ഥ വേറെയില്ല. ഫാത്തിമ പതിയെ പുതപ്പിൽ നിന്നും പുറത്തേക്ക് വന്നു. കട്ടിലിൻ്റെ സൈഡിൽ അവൾ ഇരുന്നു. തുറന്നിട്ട ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. മഴ പെയ്യുന്നത് അവൾ നോക്കി നിൽക്കാണ്. എത്ര സുന്ദരാണല്ലേ മഴ പെയ്യുന്നത് കാണാൻ. ഓരോരോ തുള്ളികളായി വരി വരിയായി അത് ഭൂമിയിലേക്ക് പതിക്കുന്നത് കാണാൻ എത്ര മനോഹരമാണ്. ഫാത്തിമ ജനലിലെ കമ്പികളിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. കമ്പിയിലെ മഴത്തുള്ളികളുടെ നനവ് പാത്തുവിന് ഒരു ഉന്മേഷം നൽകി. ഇക്കിളി തരുന്ന ഒരു നനവ്. പാത്തു ഒരു വിരൽ കൊണ്ട് ജനൽ കമ്പിയിൽ വീണ് കിടന്നിരുന്ന ഒരു മഴത്തുള്ളി തോണ്ടിയെടുത്തു. എന്നിട്ട് അതിൻ്റെ ഉരുണ്ട ഷേപ്പിലേക്ക് നോക്കി നിന്നു. എന്നിട്ടത് വിരൽ കൊണ്ട് പുറത്തേക്ക് തെറിപ്പിച്ചു. ഒരു തുള്ളി പല തുള്ളികളായി പുറത്തെ മഴയെ സംഗമിക്കുന്നത് അവൾ കണ്ടു നിന്നു. പാത്തു പതിയെ റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. വാതിക്കലിലെത്തിയപാടെ അവനെ ഞാൻ കണ്ടു. വേറെ ആരെയാ, എൻ്റെ പുഞ്ഞാര അനിയനെ, ഫൈസൽ മരക്കാർ. അവനെന്നെ നോക്കി ഒരു വളിച്ചിളി തന്നു. എന്താടാ മാക്രി, ഞാൻ അവനോട് ചോദിച്ചു. ഡി സഖാവേ, നിന്റെ അധികാരം അങ്ങ് കോളേജിൽ മതി. ഇവിടെ എടുത്താൽ നിന്റെ പുറം നുള്ളി ഞാൻ പാർട്ടി കളറാക്കി തരും. അവൻ അവൻ്റെ നീണ്ട നഖങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്ന് പോടർക്ക. ഞാൻ ഭയം പുറത്ത് കാട്ടാതെ പറഞ്ഞിട്ട് നൈസായി അവിടെ നിന്ന് മുങ്ങി. അവൻ പറഞ്ഞതുപോലെ ചെയ്യും, അനുഭവമുണ്ടേ. അവൻ വിളിച്ചത് കേട്ടായിരുന്നു, സഖാവേന്ന്. അതെ, ഞാനൊരു സഖാവാണ്. നെഞ്ചിൽ കൂടിയ വികാരം. പണ്ട് തൊട്ടേ കമ്മ്യൂണിസ്റ്റ് എന്ന വാക്കിനോട് എനിക്കൊരു പ്രത്യേക അടുപ്പായിരുന്നു. അതിന് കാരണം വേറെ ആരുമായിരുന്നില്ല, അഹമ്മദ് മരക്കാർ, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, എൻ്റെ ഉപ്പ. കുടുംബപരമായി ഞങ്ങൾ LDF അനുഭാവികളായിരുന്നു. കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു എൻ്റെ ഉപ്പ. ചെറുപ്പത്തിലൊരിക്കൽ ഞാൻ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, എന്താണ് ഈ കമ്മ്യൂണിസം? എൻ്റെ ചോദ്യം കേട്ട് ഉപ്പയൊന്ന് ചിരിച്ചു. എന്നിട്ടൊന്ന് ആലോചിച്ചു, ഒരു ചെറിയ കുട്ടിക്ക് എങ്ങനെയാണ് കമ്മ്യൂണിസം മനസ്സിലാക്കി കൊടുക്കാനാകും? ഉപ്പ ചിന്തിക്കുന്നത് കണ്ടിട്ട് ഉപ്പ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ എന്ന് പറയാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ നമ്മുടെ വിശപ്പ് കഴിഞ്ഞ് തിന്നുന്ന ഓരോ അരിമണിയും വേറൊരാളുടെയാണ്. അതാണ് മോളെ കമ്മ്യൂണിസം. ഉപ്പ സിമ്പിളായി കമ്മ്യൂണിസം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഒരു ചെറിയ കുട്ടിക്ക് ഇതിനേക്കാൾ സിമ്പിളായി കമ്മ്യൂണിസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അന്നു മുതൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റാണ്. ഇനി ഞാൻ ആരാണ് എന്താണെന്ന് പറയേണ്ട സമയമായി അല്ലേ? ഞാൻ സഖാവ് ഫാത്തിമ മരക്കാർ, എൻജിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഇനി 4ാം കൊല്ലത്തിലേക്ക്. ഇപ്പോൾ കോളേജിലെ ചെയർമാനും ഞാൻ തന്നെയാണ്. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. സുബേദ കുട്ടി ഓരോ പണി എടുക്കുന്നത് കണ്ടു. സുബേദ കുട്ടിയല്ല, സുബേദ മരക്കാർ, എൻ്റെ പൊന്നുമ്മ. ഞാൻ വിളിക്കുന്നത് സുബേദ കുട്ടിയാണെന്ന് മാത്രം. എന്താ സുബേദ കുട്ടി ഇങ്ങനെ ചിടുങ്ങുന്നേ? ഞാൻ അടുക്കളയുടെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് എൻ്റെ പൊന്നുമ്മയോട് ചോദിച്ചു. അല്ല പാത്തു, നീ കോളേജിൽ പോകുന്നില്ലേ? ഇന്നല്ലേ നിൻ്റെ കോളേജ് തുറക്കുന്ന ദിവസം, വല്ല ഓർമ്മയുണ്ടോ? ഉമ്മ എന്നോട് ചോദിച്ചു. ശരിയാണല്ലോ, ഇന്നാണ് എൻ്റെ കോളേജിലെ അവസാന വർഷം തുടങ്ങുന്നത്. ഒരു രസിപ്പിക്കുന്ന യാത്രയാണ് കോളേജ് ജീവിതം. അതിനി അവസാനിക്കാൻ ഒരു കൊല്ലം കൂടി മാത്രം. ഉപ്പച്ചി എവിടെ ഉമ്മ? ഞാൻ ഉമ്മയോട് ചോദിച്ചു. പുറത്തിരിപ്പുണ്ട്, നീ ആ ചായ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്ക്.
ഉമ്മ പറഞ്ഞു. ഞാൻ 2 ചായമെടുത്ത് പുറത്തേക്ക് നടന്നു. പഴയ വലിയ വീടാണ് ഞങ്ങളുടേത്. ഉപ്പ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നെങ്കിലും ചിലർ ആ കമ്മ്യൂണിസത്തിൽ കറ ചേർത്തപ്പോൾ ഉപ്പ പാർട്ടിയിൽ നിന്നും പിൻവലിഞ്ഞു. കുടുംബപരമായി കിട്ടിയ സ്വത്തുക്കൾ വെച്ച് നല്ലൊരു ബിസിനസ്മാനായി. ഉപ്പ അവിടെയും വിജയവാനായി. സാധാരണ ബൂർഷയോട് പാർട്ടിക്ക് മമതയില്ല എന്നാണല്ലോ. പക്ഷേ ഇന്നും പാർട്ടിക്കാർക്ക് ഉപ്പ ഒരു പ്രിയങ്കരൻ തന്നെ. അതായിരുന്നു ഉപ്പാൻ്റെ സ്വാധീനത്തിൻ്റെ തലം. പഴയ വീടായിരുന്നു ഞങ്ങളുടേത്. അത് ഉപ്പാൻ്റെ സെൻറ്റിമെൻസുമായിരുന്നു. ഉപ്പാൻ്റെ ഉപ്പ ഉണ്ടാക്കിയ വീടാണിത്. ഉപ്പുപ്പയും ഉമ്മുമ്മയും താമസിച്ച വീട്. പക്ഷേ ഇന്നവർ 2 പേരുമില്ല. അതുകൊണ്ട് തന്നെ അവർ 2 പേരുടെയും ഓർമ്മകളുള്ള ഈ വീട്ടിൽ ഒരു മാറ്റവും വരുത്താൻ ഉപ്പ ഒരുക്കല്ലായിരുന്നു. അറ്റകുറ്റപ്പണികൾ തീർക്കും ഇടയ്ക്കിടയ്ക്ക്, അത്ര തന്നെ. ഞാൻ ഉമ്മറത്തേക്കെത്തി. ഉപ്പ അവിടെ ചാരുകസേരയിൽ പത്രം വായിച്ചിരിക്കുന്നുണ്ട്. വലിയ സഖാവേ, ഗുഡ് മോർണിംഗ്, ഞാൻ ഉപ്പയോട് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ചെറിയ സഖാവേ, പത്രത്തിൽ നിന്നും കണ്ണെടുത്ത് ചിരിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു. ഞാൻ കട്ടൻ ചായ ഉപ്പയ്ക്ക് കൊടുത്തിട്ട് നിലത്ത് ഉപ്പാൻ്റെ കാൽമുട്ടിൽ ചാരിയിരുന്നു. എൻ്റെ പണ്ട് തൊട്ടേയുള്ള ശീലാണിത്. രാവിലെ തന്നെ ഉപ്പാൻ്റെ ചൂടും മണവും തട്ടിയുള്ള ഈ ചായ കുടി, അതിന് വേറൊരു ഫീലാണ്. ഉപ്പാക്കും അതറിയാം. ഉപ്പ പത്രത്തിൽ നിന്നും 2 പേജ് എടുത്ത് എനിക്ക് തന്നു. ഞാൻ പത്രത്തിലൂടെ കണ്ണോടിച്ചു. ഇത്തവണയും കാലവർഷം കനക്കും, പ്രളയത്തിന് സാധ്യതയുണ്ട്. അടിപൊളി. ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു. മഴ അപ്പോഴും പെയ്തുകൊണ്ടിരുന്നു. ഞാൻ ഉപ്പാൻ്റെ കാലിൽ ചാരിക്കിടന്ന് മഴയത്തേക്ക് നോക്കി. ഞാൻ പതിയെ ചെവി അടച്ചും തുറന്നും മ്യൂസിക് ഉണ്ടാക്കാൻ തുടങ്ങി. ഈയൊരു മ്യൂസിക് ഉണ്ടാക്കാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. ഈ മഴക്കാലത്തെ ഏതൊരു മലയാളിയുടെയും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഇതായിരിക്കും. പെട്ടെന്ന് ഉപ്പാൻ്റെ കൈ എൻ്റെ മുടിയിഴകളെ തഴുകി. ഞാൻ തലതിരിച്ച് ഉപ്പയെ നോക്കി. മഴ സംഗീതം ഉണ്ടാക്കുകയാണോ നീ? ഉപ്പ ചോദിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. കുട്ടിത്തം ഇനിയും മാറിയിട്ടില്ല, കെട്ടിച്ചു വിടാനായി പെണ്ണിനെ, ഉമ്മ അടുത്ത് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ ഉമ്മാക്ക് കോക്കറി കാണിച്ചു കൊടുത്തു. ഉപ്പ അത് കണ്ട് ചിരിച്ചു, കൂടെ ഉമ്മയും. എനിക്ക് കെട്ടൊന്നും വേണ്ട ഉപ്പ, എനിക്കെന്നും ഇങ്ങനെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്തിരുന്നാൽ മതി. ഈ മഴയുടെ ചീത്തലും തണുപ്പും സംഗീതവും ആസ്വദിച്ചുകൊണ്ട് അതും പറഞ്ഞ് ഞാൻ 2 പേരുടെയും മേലേക്ക് ചാഞ്ഞു. അങ്ങനെ ആയാൽ മതിയോ പാത്തു? നിനക്കും വേണ്ടേ ഒരു കൂട്ട്? ഞങ്ങൾ 2 പേരുടെയും കാലം കഴി. സുബേദയെ വാക്കുകൾ പൂർത്തിയാക്കാൻ സ്വാതു സമ്മതിച്ചില്ല. അപ്പോഴേക്കും അവൾ സുബേദയുടെ ചുണ്ടുകളിൽ കൈവച്ചു. അങ്ങനെ പറയല്ലേ ഉമ്മ, ഞാൻ കുറച്ചു കാലം കൂടി നിങ്ങളുടെ അടുത്തുനിന്ന് നിന്നോട്ടെ. പിന്നെ എനിക്കൊരു കൂട്ട്. എനിക്കൊരാളെ കൂടി സ്നേഹിക്കാൻ വേണമെന്ന് തോന്നുമ്പോൾ അന്ന് ഞാൻ പറയാം. അതുവരെ എന്നെ വെറുതെ വിട്, പാത്തു പറഞ്ഞു. എന്നിട്ടവർ 2 പേരുടെയും ദേഹത്ത് ചാഞ്ഞു കിടന്നു. അവർ 2 പേരും അവളുടെ മുടിയിഴകളിൽ തലോടി. അപ്പോഴാണ് അനിയൻ ഫൈസൽ യൂണിഫോമൊക്കെ ഇട്ട് പുറത്തേക്ക് വന്നത്. അവൻ +2-നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അവൻ പുറത്തേക്ക് വന്നിട്ട് എന്നൊരു നോട്ടം നോക്കി. നിനക്കിന്ന് ക്ലാസ് തുടങ്ങാല്ലേ, എന്താ പോകുന്നില്ലേ സഖാവേ? അവൻ കളിയാക്കിക്കൊണ്ട് എന്നോട് ചോദിച്ചു. നീ പോടമാക്രി, ഞാൻ അവനോട് പറഞ്ഞു. കുറച്ചൊക്കെ ഉത്തരവാദിത്വബോധം വേണം. എന്നിട്ടോ എല്ലാവരും വിളിക്കുന്നത് സഖാവേ എന്നും, ബ്ലഡി ഗ്രാമവാസീസ്. അതും പറഞ്ഞ് കുടയും തുറന്ന് അവൻ പുറത്തേക്കോടി. നീ പോട കുരങ്ങ, ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ അപ്പോഴേക്കും എത്തേണ്ടടുത്ത് എത്തിയിരുന്നു. ഉമ്മയും ഉപ്പയും എന്നെ കളിയാക്കി ചിരിച്ചു. സത്യം പറഞ്ഞാൽ അവൻ എന്നെ കളിയാക്കിയതാണെങ്കിലും അവൻ്റെ പറച്ചിൽ കണ്ട് എനിക്ക് തന്നെ ചിരി വന്നിരുന്നു. ഒരു ടിപ്പിക്കൽ താത്തയും അനിയനുമാണ് അവനും ഞാനും. ഒരാളെ ഹാപ്പിയായിരിക്കാൻ പരസ്പരം ഒരാളും സമ്മതിക്കില്ല. പക്ഷേ എൻ്റെ മുഖം അവൻ കാരണമല്ലാതെ ഒന്ന് വാടിയെന്ന് കണ്ടാൽ പിന്നെ എന്നെ ഹാപ്പിയാക്കാതെ അവൻ ഉറക്കം ഉണ്ടായില്ല. അതുപോലെ തന്നെയാണ് എനിക്കും. ഞാൻ എഴുന്നേറ്റ് കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. മഴക്കാലത്തെ രാവിലത്തെ മഴ ആസ്വദിക്കുന്നത് പോലെ അത്രയും സുഖമുള്ള കാര്യമല്ലേ
മഴക്കാലത്തെ രാവിലത്തെ കുളി മിക്കവാറും മഴയുടെ താളത്തിനനുസരിച്ച് തുള്ളിക്കൊണ്ടായിരിക്കും കുളിക്കുക അല്ലേ? പക്ഷേ ആ കുളിയൊന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഉന്മേഷം അത് വേറൊരു കാലത്തും കിട്ടില്ല. അങ്ങനെ രാവിലത്തെ ചാടിത്തുള്ളിയുള്ള കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. മഴ ഒഴിഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂട്ടർ എടുത്തു കോളേജിലേക്ക് വേഗം പുറപ്പെട്ടു. ഇടയ്ക്ക് വെച്ച് മഴ ഒന്ന് ചെറുതായി ചാറി. പടച്ചോനെ, പണി പാളിയോ എന്നാലോചിക്കുമ്പോഴേക്കും മഴ സ്ഥലം കാലിയാക്കി. ഹോ, എന്തൊരു സ്നേഹം, ഞാൻ മനസ്സിലോർത്തു. അങ്ങനെ കോളേജിലെത്തി. സ്കൂട്ടർ പാർക്ക് ചെയ്ത് കോളേജിലേക്ക് നടന്നു. കോളേജ് കെട്ടിടത്തിന് അടുത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. കോളേജിലേക്ക് ഒരു നീണ്ട റോഡുണ്ട്. അതിന് താഴെ സൈഡിലായാണ് വണ്ടികൾ എല്ലാവരും പാർക്ക് ചെയ്യുക. വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ കോളേജിലേക്ക് നടന്നു. ആ റോഡിന് ഇരുവശങ്ങളും മരങ്ങളും പൂക്കളും ചെടികളും ഒക്കെയാണ്. കോളേജിലെ കാമുകി കാമുകന്മാരുടെ ഇഷ്ടസംഗീതം ഭാഗയും ദേവരാധവും പൂത്തു നിൽക്കുന്നുണ്ട്. മഴക്കാലത്തെ ഇരുട്ട് കാണുന്ന അന്തരീക്ഷത്തിൽ ഭാഗ്യയുടെ ചുവന്ന പൂക്കൾ പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ വേറൊരു തരം ഭംഗിയാണ്. സന്തോഷം ഉള്ളിൽ നിറയ്ക്കാൻ സാധിപ്പിക്കുന്ന കാഴ്ച. നിലത്ത് വീണ ഒരു വാഗപ്പൂ ഞാൻ എടുത്തു. അതിലെ ചുവപ്പ് എൻ്റെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചയായി. ഞാൻ ആ പൂവിൻ്റെ തണ്ടിൽ പിടിച്ച് ആ പൂവിനെ ഒന്ന് കറക്കി. ആ പൂവിൽ പറ്റിപ്പിടിച്ച് നിന്നിരുന്ന മഴത്തുള്ളികൾ എൻ്റെ മുഖത്തേക്ക് തെറിച്ചു. ഞാൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. മഴത്തുള്ളി മുഖത്ത് വീണ നിമിഷം ഒരു തണുത്ത കോളൻ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. ഞാൻ പതിയെ മുന്നോട്ട് നടന്നു. ദേവരാധവും പൂത്തു നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ വെള്ളയും പച്ചയും കളർ നിൽക്കുന്ന പൂക്കൾ എൻ്റെ മനസ്സിന് സ്വാന്തനമേകി. ഒരു പാട്ടാണ് എൻ്റെ ഉള്ളിലൂടെ ഓടി വന്നത്. ദേവരാധ പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. വല്ലാത്തൊരു നല്ല ഫീൽ ഗുഡ് സോങ് ആണിത്. മിക്കവാറും എല്ലാ കൊല്ലവും പുതിയ അധ്യയന വർഷത്തിലേക്ക് നടന്നു കയറുമ്പോൾ ഈ പാട്ട് എൻ്റെ മനസ്സിലൂടെ ഓടി വന്നിട്ടുണ്ട്. ഞാൻ ആ പാട്ടും മനസ്സിൽ മൂളി കോളേജിലേക്ക് നടന്നു. ഞാൻ കൂട്ടുകാരികളെ കണ്ടു. ഞാൻ ഗംഗയെ തിരഞ്ഞു. അവളെ അവിടെ എവിടെയും കണ്ടില്ല. എൻ്റെ ഈ കോളേജിലെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഗംഗ. കോളേജ് ലൈഫിൽ നമ്മൾ കുറേ കൂട്ടുകാരെ സ്വന്തമാക്കും. പക്ഷേ എന്നും നമുക്കൊരു ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട് ഉണ്ടാകും. അതാണ് എനിക്ക് ഗംഗ. പണമോ സൗന്ദര്യമോ അല്ല അതിനെ നിയന്ത്രിക്കുന്നത്, മനസ്സിൻ്റെ അടുപ്പമാണ്. നമുക്കെന്തും തുറന്നു പറ്റാൻ പറയുന്ന, എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്. എല്ലാവർക്കും അങ്ങനൊരു ഫ്രണ്ട് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകാത്തവരെ ഞാനിപ്പോൾ എന്താ പറയുക? അവരെക്കുറിച്ച് ഒന്നും പറയാൻ തന്നെ ഇല്ല എനിക്ക്. ഗംഗയെ ഞാൻ തിരിഞ്ഞെങ്കിലും കണ്ടില്ല. ഞാൻ കൂട്ടുകാരോട് സംസാരിച്ച് കോളേജിലേക്ക് നടന്നു. റോഡ് കഴിഞ്ഞാൽ പിന്നെ കോളേജിൻ്റെ വലിയ മുറ്റാണ്. കോൺക്രീറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഒരു കണക്കിന് അതാണ് നല്ലത്. ഭൂമിയിൽ ചവിട്ടി തന്നെ ജീവിക്കണം. കോൺക്രീറ്റൊക്കെ ആകുമ്പോൾ എന്തോ ഒരു വൈക്ലഭ്യമാണ് എനിക്ക്. പക്ഷേ ഈ മഴക്കാലത്ത് ഇടയ്ക്കെങ്കിലും ഈ മുറ്റത്തൊന്ന് കോൺക്രീറ്റ് ഇട്ടെങ്കിലെന്ന് പ്രാഗിയാണെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞു പോകും. കാരണം വേറൊന്നുമല്ല, ചെളി തന്നെ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ മൂക്കും കുത്തി നിലത്ത് വീഴും. ഞാൻ പതിയെ ചുരിദാറിൻ്റെ പാൻറ് ഒന്ന് പൊക്കി ക്ലാസ്സിലേക്ക് നടക്കാനൊരുങ്ങവെയാണ് പിന്നിൽ നിന്നും ആ വിളി വന്നത്. സഖാവേ. ഞാൻ തിരിഞ്ഞു നോക്കി. പാർട്ടി കോളേജ് വിങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനൂപേട്ടനാണ്. ആ സഖാവേ, സുപ്രഭാതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ചോദിച്ചു. ആ, നല്ലത് തന്നെ. അവധിക്കാലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അനൂപേട്ടൻ ചോദിച്ചു. സൂപ്പർ. പിന്നെ ഞാൻ വിളിച്ചതെന്താണെന്ന് വെച്ചാൽ സഖാവിൻ്റെ ക്ലാസ്സിലേക്ക് പുതിയൊരു അഡ്മിഷനുണ്ട്. അനൂപേട്ടൻ പറഞ്ഞു. എൻ്റെ ക്ലാസ്സിലേക്കോ? ഈ 4ാം വർഷത്തിലോ? ഞാൻ വിശ്വാസം വരാതെ ചോദിച്ചു. അതേന്നേ, 4ാം വർഷത്തിലേക്ക് തന്നെ. ആരാണാവോ ആ ലോക തോൽവി ഈ 4ാം വർഷത്തിലൊക്കെ ട്രാൻസ്ഫർ വാങ്ങി വരാൻ? വല്ല കേസും കൂട്ടുള്ള ആളാണോ? ഞാൻ അനൂപേട്ടനോട് ചോദിച്ചു. ആർക്കറിയാം. പക്ഷെ നമ്മുടെ പാർട്ടി ആ ട്രാൻസ്ഫറിൽ ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്, അനൂപേട്ടൻ പറഞ്ഞു. സർക്കാർ അവരുടെ അല്ലേ, പിന്നെ എങ്ങനെയാ? ഞാൻ സംശയം തീരാതെ ചോദിച്ചു.
അത് തന്നെയാ എനിക്കും സംശയം. നമ്മുടെ പാട്ട് ശ്രമിച്ചു എന്നുള്ള കാര്യം കൊണ്ട് തന്നെ നിന്റെ ക്ലാസ്സിലെ ഷാരോൺ, അജിത് എന്നിവരൊക്കെ അവനെ നോട്ടമിട്ടിട്ടുണ്ടാവും. അനൂപേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, അവന്മാരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണ്. നേട്ട് നിന്നാൽ മുട്ട് വിറക്കുന്ന ഐറ്റംസ്. വെറുതെ ഷോ മാത്രം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അതെന്തെങ്കിലും ആകട്ടെ. ആദ്യ ദിവസം തന്നെ അവനെ തിന്നാനിട്ട് കൊടുക്കണ്ട കേട്ടോ, അനുപേട്ടൻ എന്നോട് നിർദ്ദേശിച്ചു. അത് ഞാൻ നോക്കിക്കോളാം സഖാവേ, ഞാൻ വാക്ക് കൊടുത്തു. പിന്നെ സഖാവ് പറഞ്ഞ പോലെ എന്തെങ്കിലും കേസാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ വൈകുന്നേരം പാർട്ടി ഓഫീസിൽ വെച്ച് കാണാം, അനുപേട്ടൻ പറഞ്ഞ് പിൻവാങ്ങി. ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു. എന്നാലും അതാരാണ് ഇത്രയും വലിയൊരു തോൽവി? കോളേജ് ക്യാമ്പസ് ജീവിതത്തേക്കാൾ പൊളി വേറൊരു ജീവിതമേ ഇല്ല. എന്നിട്ടും അത് നശിപ്പിച്ചു വരുന്ന ഒരുത്തൻ. ആ, എന്തെങ്കിലും ആകട്ടെ, അതും പറഞ്ഞ് ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു. അങ്ങനെ പാത്ത് ക്ലാസ്സിൽ കയറി. ചെന്ന പാടെ തന്നെ കണ്ടത് ഷാരോണെയാണ്. അവനൊരു കോപ്പിലെ കലിപ്പ് നോട്ടം എനിക്കിട്ട് തന്നു. ഞാൻ അവന് ഒരാഗ്യചിരം സമ്മാനിച്ചു. പിന്നെ കണ്ണ് ചെന്നെത്തിയത് കൂട്ടുകാരികളോട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഗംഗയിലാണ്. അവൾ എന്നെയും കണ്ടു. ഓയ് സഖാവേ, അവൾ എന്നെ വിളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. ഓയ്, ഞാനും കൊടുത്തു ഒരു മുറവിളി. അവൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്നെ ഒന്ന് നീക്കിപ്പിടിച്ച് എന്നെ മൊത്തമായി നോക്കി. ആഹാ, നീ തടിച്ചല്ലോടി കുരുപ്പേ, ഗംഗ എന്നോട് പറഞ്ഞു. ഓഫ്, വന്ന പാടെ തന്നെ ഡാർക്ക് ആക്കാതടി, ഞാൻ അവളോട് പറഞ്ഞു. ഉള്ള ബീഫ് മുഴുവൻ വലിച്ച് കയറ്റിയിട്ടാണ്. BJP മക്കൾ ബീഫ് തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞതിന് ശേഷം നിന്റെ തീറ്റ കുറച്ച് കൂടിയിട്ടുണ്ട്. ആ, പറഞ്ഞിട്ടും കാര്യമില്ല, നീ എതിർ പാർട്ടിയാണല്ലോ, ഗംഗ പറഞ്ഞു. ഓ, അതുകൊണ്ടൊന്നും അല്ലേ. പിന്നെ ആ ഉത്തരവ് വന്ന് അന്ന് ഞാൻ 2 കഷ്ണം കൂടുതൽ കഴിച്ചിട്ടുണ്ട്, അതൊരു സത്യം മാത്രം, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവളും ചിരിച്ചു. പെട്ടെന്ന് ബെല്ലടിച്ചു. ഞങ്ങൾ 2 പേരും അടുത്തടുത്തായി സീറ്റിലിരുന്നു. കുറച്ച് കഴിഞ്ഞ് മായ ടീച്ചർ കയറി വന്നു. എല്ലാവരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. ടീച്ചർ തിരിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലിരുന്നു. വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചർ ഞങ്ങളോട് ചോദിച്ചു. നന്നായിരുന്നു എന്ന് ഞങ്ങൾ മറുപടി കൊടുത്തു. ടീച്ചർ ഹാജരെടുത്തു. പെട്ടെന്ന് പ്യൂൺ കയറി വന്നു, ഒപ്പം ഒരു പയ്യനും. എല്ലാവരും അവനെ നോക്കി. അനുപേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉഡായിപ്പയറ്റം. ഇപ്പോഴത്തെ യാഥാസ്ഥിക സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാകാനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും അവനിലുണ്ട്. നീണ്ട ഒതുക്കാത്ത മുടികൾ, അവൻ്റെ മുടിയിഴകളൊക്കെ അവൻ്റെ മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ മുഖം ശരിക്കും കാണാൻ പറ്റാത്ത അവസ്ഥ. നല്ല കട്ടി താടിയൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും സ്റ്റൈലായി വെച്ചിട്ടൊന്നുമില്ല. ഒരു നല്ല ഷർട്ടും പിന്നെ പാൻസും, പക്ഷേ അതും ധരിച്ചിരിക്കുന്നത് വേണ്ട പോലെ അല്ല. ആകെ മൊത്തം ഒരു കഞ്ചാമയം തന്നെ. ടീച്ചറും പ്യൂണും എന്തൊക്കെയോ സംസാരിച്ചു. പിന്നെ ടീച്ചർ അവനോടെന്തോ പറഞ്ഞു. അവൻ ജസ്റ്റ് തലയാട്ടുന്നുണ്ടെന്ന് മാത്രം. പിന്നെ ടീച്ചർ ഞങ്ങളുടെ നേരെ നോക്കി പതിയെ അവനും. അവൻ ഞങ്ങളുടെ നേരെ തിരിഞ്ഞപ്പോൾ അവൻ്റെ മുഖം എല്ലാവരും കണ്ടു. നല്ല ഭംഗിയുള്ള വട്ടമുഖം. നല്ല ഭംഗിയുണ്ട് അവൻ്റെ മുഖം കാണാൻ. അതുപോലെ തന്നെ അവൻ്റെ കണ്ണും. അവൻ്റെ കണ്ണിൻ്റെ കളർ തന്നെ വ്യത്യാസമുള്ളതായിരുന്നു. ഒരിളം പച്ച കളർ പോലെയാണ് അവൻ്റെ കണ്ണിലെ കളർ. എടി, ചെക്കനെ കാണാൻ നല്ല ചൊറുക്ക് അല്ലേടി, ഗംഗ എന്നോട് പറഞ്ഞു. വന്ന പാടെ തന്നെ ഇവൾ നോട്ടം ഇട്ടോ. ഞാൻ മറ്റുള്ളവരെ നോക്കി. മിക്കവാറും പെണ്ണുങ്ങൾ അവനെ കണ്ണിമ ചിമ്മാതെ നോക്കുന്നുണ്ട്. ഞാൻ ആണുങ്ങളുടെ സൈഡിലേക്ക് നോക്കി. ഷാരോണും ടീമും അവനെ ഇപ്പോൾ പിടിച്ചു തിന്നുമെന്ന പോലെ നോക്കുന്നുണ്ട്. എനിക്കത് കണ്ട് ചിരി വന്നു. അവൻ്റെ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിലും അതിലൊരു വിഷാദം തെളിഞ്ഞു നിന്നിരുന്നു. മുഖത്തും അതേ വിഷാദഭാവം. സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഒരു പുതിയ ഫ്രണ്ടുണ്ട് ഇത്തവണ, ടീച്ചർ ഞങ്ങളോടായി പറഞ്ഞു. എന്നിട്ട് അവനെ നോക്കി. ടേക്ക് യു സീറ്റ്, ടീച്ചർ അവനോട് പറഞ്ഞു. അവൻ തലയാട്ടിയിട്ട് ഞങ്ങളുടെ നേരെ നടന്നു. അവൻ ബോയ്സിൻ്റെ സൈഡിലേക്ക് നടന്നു. എല്ലാവരും അവനൊരു കോപ്പിലെ നോട്ടം നോക്കുന്നുണ്ട്. ആരും അവന് സീറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ അവസാനത്തെ സീറ്റിലിരുന്നു. ആ ബെഞ്ചിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഹേയ്, ന്യൂ അഡ്മിഷൻ, വാട്ട്സ് യുവർ നെയിം? ടീച്ചർ അവനോട് അവൻ്റെ പേര് ചോദിച്ചു. ഞങ്ങൾ തിരിഞ്ഞ് അവൻ്റെ നേരെ നോക്കി. അജ്മൽ ഫർഹാൻ, അവൻ പറഞ്ഞു. നല്ല കട്ടിയുള്ള ശബ്ദം. അവൻ സീറ്റിലിരുന്നു. ടീച്ചർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ ശ്രദ്ധ ക്ലാസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഞാനവനെ നോക്കിയപ്പോൾ അവൻ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കി ഇരിക്കുന്നുണ്ട്, ഒരു നിർവികാരനായി. ആഹാ, നീ അവൻ വന്നപ്പോഴേക്കും കൊത്തിയോ? ഗംഗ ഞാൻ അവനെ നോക്കുന്നത് കണ്ട് ചോദിച്ചു. ഒന്ന് പോയേടി, ഇതിനേക്കാൾ നല്ലത് വന്നിട്ട് കൊത്തിയിട്ടില്ല. പിന്നെയാ ഈ മുടിയാൻ. അവനിവിടെ വരാൻ വേണ്ടി പാർട്ടി ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ അവളോട് പറഞ്ഞു. ആഹാ, അത് പൊളിച്ചു. ഇനിയിപ്പോൾ ഷാരോണും കൂട്ടർക്കും ഹീറോയിസം കാട്ടാൻ ജൂനിയർ പിള്ളേരെ തപ്പണ്ടല്ലോ, ഗംഗ പറഞ്ഞു. വന്ന ദിവസം തന്നെ തിന്നാനിട്ട് കൊടുക്കരുതെന്നാ അനൂപേട്ടൻ പറഞ്ഞത്, ഞാൻ അവളോട് പറഞ്ഞു. അവളതിന് ഒന്ന് മൂളി. ഞങ്ങൾ പിന്നെയും ക്ലാസ്സിലേക്ക് ശ്രദ്ധ തിരിച്ചു. പുതിയ കൊല്ലത്തിൻ്റെ തുടക്ക ക്ലാസ് ആയിട്ട് പോലും ടീച്ചർ ഒരു ഉളുപ്പില്ലാതെ വെറുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ പഠിച്ചോട് പ്രാർത്ഥിച്ചിട്ടും മറ്റും ക്ലാസ് കഴിഞ്ഞു. ആശ്വാസം. ഞാനും ഗംഗയും കുറച്ചേരം സംസാരിച്ചിട്ട് ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. പുറത്തെത്തിയപ്പോൾ ഷാരോൺ അജ്മലിൻ്റെ കഴുത്തിൽ പിടിച്ച് ചുമരിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അവൻ്റെ ടീം അജ്മലിന് ചുറ്റുമുണ്ട്. ഡാ, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം, ഷാരോൺ അജ്മലിനോട് കലിപ്പോടെ പറഞ്ഞു. ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങി. ഗംഗ എന്നെ തടഞ്ഞു. എടി, നീ വിട്, ഒന്നുമില്ല, ഞാൻ ഇപ്പോൾ വരാം, ഞാൻ ഗംഗയോട് പറഞ്ഞു. അവൾ എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു. ഞാൻ അവരുടെ അടുത്തേക്ക് നടന്നു. ഹാ, വന്ന പാടെ തന്നെ തിന്നാതട ഷാരോണെ, ഷാരോണോട് ഞാൻ പറഞ്ഞു. അവൻ എന്നെ ഒന്ന് കടുപ്പിച്ച് നോക്കി പേടിപ്പിക്കാതട ഷാരോണെ, അവനെ വിട്, ഞാൻ അവനോട് പറഞ്ഞു. അവൻ അജ്മലിന് മേലുള്ള പിടുത്തം വിട്ടു. എന്നോടുള്ള മര്യാദ കൊണ്ടൊന്നും അല്ല, പക്ഷേ എന്നോട് കളിച്ചാൽ വിവരമറിയുമെന്ന് അവന് നന്നായി അറിയാം. അവൻ അജ്മലിനെ മോചിതനാക്കി. ഷാരോണും കൂട്ടരും ഒഴിഞ്ഞുപോയി. അജ്മൽ അവൻ്റെ കോളർ ഒന്ന് നേരെയാക്കിയിട്ട് എന്നെയൊന്ന് നോക്കി. അവൻ മുഖത്ത് പുഞ്ചിരി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിച്ചില്ല. ഞാൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അവൻ ഒന്നുകൂടി എന്നെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി. പക്ഷേ മുഖത്തിലെ വിഷാദത്തിന് അപ്പോഴും ഒരു മാറ്റം കണ്ടില്ല. ഞാൻ ഗംഗയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. ധീര ജേതാവേ, ധീരതയോടെ നയിച്ചോളൂ, ഗംഗ എന്നെ കളിയാക്കിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ചു. ഞാനത് കണ്ട് ചിരിച്ചു, കൂടെ അവളും. ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് നടന്നു. ഗംഗ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഉള്ളിൽ അജ്മലായിരുന്നു, അവൻ്റെ കണ്ണുകൾ. ഷാരോൺ അജ്മലിനെ കഴുത്തിൽ പിടിച്ച് ചുമരിൽ ചേർത്ത് പിടിച്ചപ്പോഴും ദേഷ്യത്തോടെ ഓരോന്ന് പറയുമ്പോഴും അവൻ്റെ കണ്ണിൽ ലവലേശം പോലും ഭയമില്ലായിരുന്നു. അവൻ വെറുതെ ഷാരോൺ എന്താണ് കാണിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ അതെന്നെ കൂടുതൽ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവിടെ നിന്നും നേരെ പാർട്ടി ഓഫീസിലേക്ക് പോയി ഓരോ കാര്യങ്ങളിൽ മുഴുകി. പെട്ടെന്നൊരു ബുള്ളറ്റ് പോകുന്ന സൗണ്ട് ഞാൻ കേട്ടു. ഞാൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അജ്മലായിരുന്നു അത്. അവൻ ബൈക്കിൽ പുറത്തേക്ക് പോയി. ഞാൻ പിന്നെയും ശ്രദ്ധ തിരിച്ചു പാർട്ടി കാര്യങ്ങളിൽ മുഴുകി. കുറച്ച് കഴിഞ്ഞ് അനൂപേട്ടൻ വന്നു. ഹലോ സഖാവേ, എങ്ങനെയുണ്ട് പുതിയ അഡ്മിഷൻ? അനൂപേട്ടൻ എന്നോട് ചോദിച്ചു. ആ, അനൂപേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കഞ്ചാ ടീം തന്നെയാണ്, ഞാൻ പറഞ്ഞു. ആ, ഷാരനും ടീമും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ അവനെ? അനൂപേട്ടൻ ചോദിച്ചു. ആ, അവരൊന്ന് ട്രൈ ചെയ്തു, അത് ഞാൻ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ മറുപടി പറഞ്ഞു. അത് നന്നായി. ആ, പിന്നെ അനൂപേട്ടാ, എനിക്കവൻ്റെ ബോഡി ഗാർഡായി നടക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഞാൻ അനൂപേട്ടനോട് പറഞ്ഞു. ഏയ്, അതൊന്നും വേണ്ടടോ, തുടക്കം തന്നെ വെറുപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാ, ഇനി അവനെ ശ്രദ്ധിക്കുകയൊന്നും വേണ്ട, അനൂപേട്ടൻ പറഞ്ഞു. ശരി അനൂപേട്ടാ, ഞാൻ പറഞ്ഞു. ഞങ്ങൾ പാർട്ടി കാര്യങ്ങളിൽ മുഴുകി. കോളേജ് വിട്ടിട്ടും ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചത്. സാധാരണ അങ്ങനെയാണ്, കോളേജ് വിട്ടു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ഞാൻ ഓടി വീട്ടിലേക്ക് പോകില്ല. ഒന്നെങ്കിൽ പാർട്ടി ഓഫീസിലിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും.
ചുറ്റിനും കൂട്ടുകാരും ഉണ്ടാവും. അതൊരു വേറെ ഫീൽ തന്നെയാണ്. അതൊക്കെയാണ് ഹാപ്പിനെസ്. ഒന്നും ചെയ്യണ്ട, കൂട്ടുകാരുമായൊക്കെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുക, ഫ്രീ ആയി. മനസ്സ് ഹാപ്പിയാകാൻ വേറെ ഒന്നും വേണ്ട. ഓരോരുത്തരുടെ കത്തിവെപ്പും തള്ളും ചളിയും കോമഡിയൊക്കെ കേട്ടാൽ തന്നെ മനസ്സ് ഹാപ്പിയാവും. അങ്ങനെ അന്നത്തെ കത്തിവെപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ഒരു മൊട്ടക്കുന്നുണ്ട്. ഞാൻ എന്തോ കണ്ടെന്ന പോലെ അവിടെ വണ്ടി നിർത്തി. എനിക്ക് പരിചയമുള്ളൊരു വണ്ടി, ഒരു ബുള്ളറ്റ്. അതെ, അജ്മലിൻ്റെ ബുള്ളറ്റ്. അവൻ എന്താണ് ഈ വൈകിയ നേരത്ത് ഇവിടെ കാര്യം? വണ്ടി കുറച്ച് മുകളിലേക്ക് കയറ്റിയാണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. ഞാൻ ചുറ്റും ഒന്ന് നോക്കി. പെട്ടെന്നെൻ്റെ കാഴ്ച ഒരു മരത്തിൽ തങ്ങി നിന്നു. മരച്ചവിട്ടിലതാ അജ്മൽ ഇരിക്കുന്നു. അതേ വിഷാദ മുഖത്തോടെ. വിഷമം കുറച്ചുകൂടി കൂടിയ പോലെയുണ്ട്. ഞാൻ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് സൂക്ഷിച്ചു നോക്കി. അവൻ്റെ അടുത്ത് 2-3 കുപ്പികളുണ്ട്, പിന്നൊരു ഗ്ലാസും. കള്ളുകൂടിയാണ്, വൃത്തികെട്ടവൻ. ഞാൻ അവൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കി. അവൻ കുപ്പിയിൽ നിന്നും സാധനം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വായിലേക്ക് കമഴ്ത്തുന്നു. ഒരു ഉളുപ്പില്ലാതെയാണ് കുടി. ഒരു 4 തവണ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വായിലേക്ക് കമഴ്ത്തിയിട്ട് അവൻ സിഗരറ്റ് എടുത്ത് കത്തിച്ചു, വലിച്ച് പുക വിട്ടു. അല്ല, ഈ സാധനത്തിൻ്റെ ഒപ്പം വെള്ളമൊഴിക്കുന്ന പതിവൊന്നും ഇല്ലേ? ഇങ്ങനെ കുടിച്ചാൽ ഈ പായൻ്റെ കുമ്പ് പെട്ടെന്ന് കത്തിത്തീരുമല്ലോ. അവൻ മരത്തിൽ ചാരിയിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു. ഞാൻ റോട്ടിൽ നിന്നാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നത്. അനുപേട്ടൻ പറഞ്ഞത് എത്ര സത്യമാണ്. ഇങ്ങനെയും ഓരോരോ ജന്മങ്ങൾ, ജീവിതം ഹോമിക്കാൻ. റോഡിലൂടെ ഒരു ചേച്ചി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ചേച്ചിയെ വിളിച്ചു. ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. ചേച്ചി, അതാരാണെന്ന് അറിയാമോ? ഞാൻ അജ്മലിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി ഞാൻ ചൂണ്ടിയടുത്തേക്ക് നോക്കി. ഓ, അവനോ? അവനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. അതെന്താ ചേച്ചി? വലിയ വീട്ടിലെ കുട്ടിയൊക്കെയാണ്, പറഞ്ഞിട്ടെന്താ? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഇങ്ങനെ ഓരോന്നുണ്ടാവും. ഒരു പെണ്ണിന് മര്യാദക്ക് റോഡിൽ കൂടി പോകാൻ സമ്മതിക്കില്ല, ചേച്ചി ദേഷ്യത്തോടെ പറഞ്ഞു. പെണ്ണിനെയോ? ഞാൻ വിശ്വാസം വരാതെ ചോദിച്ചു. അതേ മോളെ, ഒരു പെണ്ണിനെയും അവൻ വെറുതെ വിടില്ല. പെണ്ണ് പിടിയനാ. പിന്നെ പലതും ഉണ്ട്, കള്ള്, മറ്റേത്, അതൊക്കെയുണ്ട്, ചേച്ചി പറഞ്ഞു. ഞാൻ മൂളിക്കൊടുത്തു. അവൻ്റെ അടുത്തൊന്നും പോകല്ലേട്ടോ മോളെ, വല്ലതും ചെയ്തു കളയും. മോള് വീട്ടിൽ പോകാൻ നോക്ക്, ചേച്ചി എന്നോട് പറഞ്ഞു. ശരി ചേച്ചി. ഞാൻ അവിടുന്ന് വണ്ടി എടുത്തു. ഹോ, എന്തൊരു വൃത്തികെട്ടവനാണിവൻ. പെണ്ണ് പിടിയാൻ, അശ്രീകരം. എനിക്കവനോട് വെറുപ്പ് തോന്നി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഒന്ന് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറി അടുക്കളയിൽ കയറി ഉമ്മാനെ കുറച്ച് സഹായിച്ചു. കുറച്ച് കഴിഞ്ഞ് ഉപ്പാൻ്റെ വണ്ടി പുറത്തു വന്ന് നിൽക്കുന്ന ഒച്ച ഞാൻ കേട്ടു. ഉപ്പ ഫ്രഷായി വന്ന് സോഫയിലിരുന്നു. ഞാൻ ഉപ്പാൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉപ്പയോട് പറഞ്ഞു. പണ്ട് മുതലുള്ള ശീലമാണ്. എന്തൊക്കെ ഒരു ദിവസം നടന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഉപ്പയോട് പോയി പറയും. അന്നും ഉപ്പയോട് ഞാൻ എല്ലാം പറഞ്ഞു. വാഗ പൂത്തതും ദേവരാത് പൂത്തതും എല്ലാം എൻ്റെ വാക്കുകളിൽ പുറത്തു വന്നു. ഉപ്പാക്ക് പണ്ടേ അറിയാം, ആ വാഗ പൂത്ത് നിൽക്കുന്നത് കാണുന്നതും ദേവരാത് കാണുന്നതുമൊക്കെ എൻ്റെ വീക്ക്നെസ് ആണെന്ന്. പക്ഷേ ഒന്ന് മാത്രം ഞാൻ ഉപ്പയോട് പറഞ്ഞില്ല, അജ്മലിനെ കുറിച്ച്. എനിക്കവനെ വല്ലാതെ വെറുത്തിരുന്നു. എൻ്റെ വാക്കുകളിൽ പോലും അവനെ കൊണ്ടുവരാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പയോട് അജ്മലിനെ കുറിച്ച് പറഞ്ഞില്ല. കോളേജ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പഠിക്കാനൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുറച്ചു നേരം ടി വിയുടെ മുന്നിലിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അജ്മലിൻ്റെ ഓർമ്മ എൻ്റെ ഉള്ളിൽ കയറി വന്നു. ഒരു ദിവസം ഒരിഷ്ടപ്പെടാത്ത അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തലച്ചോറ് ആ ഭാഗത്ത് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. എന്തോ നമ്മുടെ തലച്ചോറിന് വരെ നെഗറ്റിവിറ്റി ആകും കൂടുതൽ ഇഷ്ടം. ഞാൻ ദേഷ്യത്തോടെ ആ ഓർമ്മയെ ഓടിക്കാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞ് അനിയനും പിന്നെ ഉപ്പയും ഉമ്മയൊക്കെ ടി വിയുടെ മുന്നിലേക്ക് വന്നതോടെ ആ ഓർമ്മയെ ഓടിച്ചു കളയുന്നതിൽ ഞാൻ വിജയിച്ചു. ഇടയ്ക്ക് അനിയനോട് തല്ലുകൂടിയും ഉപ്പാനോട് ഉമ്മാടും സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഫുഡ് കഴിച്ചു. ഞാൻ ഉറങ്ങാനായി റൂമിലേക്ക് പോയി.
ബെഡിലേക്ക് വേഗം വീണു. കുറേ നേരം ഉറങ്ങാൻ ശ്രമിച്ചു. അതാ പിന്നെയും എൻട്രി. വേറെ ആര്? അജ്മൽ തന്നെ. ഇതെന്താപ്പ എൻ്റെ തല വേണ്ടാത്തത് മാത്രം ചിന്തിക്കുന്നേ? ഓഫ്. ഞാൻ വേഗം ഉമ്മയോടും ഉപ്പയോടും അനിയനോടുമൊപ്പമുള്ള സന്തോഷമുള്ള നിമിഷങ്ങൾ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. രണ്ട് ഓർമ്മകളും കൂടി ഒരു പൊരിഞ്ഞ യുദ്ധം എൻ്റെ തലയിൽ നടത്തി. പക്ഷേ യുദ്ധത്തിൽ ആര് വിജയിച്ചു എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പതിയെ ഉറക്കത്തിലേക്ക് ഊളിയിട്ടു. പിറ്റേന്ന് രാവിലെ മഴയെ ആ വഴിക്ക് കാണാത്തത് കൊണ്ട് സ്കൂട്ടറിൽ തന്നെ ഞാൻ കോളേജിലേക്ക് പോയി. ക്ലാസ്സിലെത്തി ഗംഗയെ കണ്ടു. ഞാൻ ഇന്നലെ അജ്മലിനെ കണ്ടതും പിന്നെ ആ ചേച്ചി പറഞ്ഞതും ഗംഗയോട് പറഞ്ഞു. അവൾ അതൊക്കെ കേട്ട് നെട്ടിത്തെറിച്ചിരുന്നു. അപ്പോൾ ലുക്ക് മാത്രം ഉള്ളല്ലേ, ഉള്ളു മൊത്തം പോക്കാണല്ലേ, അവൾ എന്നോട് ചോദിച്ചു. അത് കേട്ട് ഞാൻ ചിരിച്ചു. അവനെ ഒന്ന് കൊത്തണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. എന്തായാലും നേരത്തെ അറിഞ്ഞത് നന്നായി, അവൾ എന്നോട് പറഞ്ഞു. അതിന് ഞാനൊന്ന് മൂളി. എടി, നീ ഇവിടെ നിൽക്ക്, ഇവിടെ കുറേ എണ്ണം അവനെ കൊത്തണമെന്ന് പറഞ്ഞ് നടന്നിരുന്നു. അവരോടും കൂടി ഇതൊന്ന് പറയട്ടെ. ഗംഗ അതും പറഞ്ഞിട്ട് എന്നെ ഒറ്റയ്ക്കാക്കി മറ്റു പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയി. ഞാനവൾ മറ്റുള്ളവരോട് ഈ കാര്യം പറയുന്നത് നോക്കി നിന്നു. എന്തൊക്കെയാണ് അവളുടെ ഭാവങ്ങൾ? അത്രയ്ക്കൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തില്ലല്ലോ. മിക്കവാറും മസാല കൂട്ടിയിട്ടാവും അവൾ അത് ഓരോരുത്തരോടും പറയുന്നത്. അതോർത്ത് ഞാൻ ചിരിച്ചു. ഞാൻ ചുറ്റും നോക്കി. അജ്മൽ ഇനിയും എത്തിയിട്ടില്ലല്ലോ. ഗംഗ എൻ്റെ അടുത്തേക്ക് വന്നു. അവളും ഞാൻ ആലോചിച്ച് തന്നെ ചോദിച്ചു. അവനിതുവരെ വന്നില്ലല്ലോടി, ഗംഗ എന്നോട് ചോദിച്ചു. ഞാനതിന് തലയാട്ടിക്കൊടുത്തു. ചിലപ്പോൾ ഇന്നലത്തെ ഷാരൂണിൻ്റെ നെറ്റിക്കളിൽ പേടിച്ചിട്ടുണ്ടാവും, അവൾ ഒരു ചാൻസ് പറഞ്ഞു. പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്തെന്നാൽ ഷാരൂൺ ഇന്നലെ അവനെ പേടിപ്പിച്ചപ്പോൾ ഒരു തുള്ളി പോലും ഭയം ഞാൻ അവൻ്റെ കണ്ണിൽ കാണാത്തത് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ഗംഗയോട് ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് ബെല്ലടിച്ചു. കക്ഷി ഇനിയും എത്തിയിട്ടില്ല. ടീച്ചർ കയറി വന്നു. ഹാജരെടുത്ത ശേഷം ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അവനിന്നില്ല, ഞാൻ ഉറപ്പിച്ചു. ഞാൻ ക്ലാസ്സിലേക്ക് ശ്രദ്ധ കൊടുത്തു. ആൻഡ്രോയിഡിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഞാൻ അതിലേക്ക് മുഴുവൻ ശ്രദ്ധയും കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ മിസ്, ക്ലാസ്സിൻ്റെ പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ അങ്ങോട്ടേക്ക് നോക്കി. അജ്മലാണ്. മിസ്സും അങ്ങോട്ടേക്ക് നോക്കി. മിസ് അജ്മലിനെ കണ്ടു. എന്താ വൈകിയേ? മിസ് അജ്മലിനോട് ചോദിച്ചു. സോറി മാം, അജ്മൽ പറഞ്ഞു. ക്ലാസ്സിൽ കൃത്യസമയത്ത് എത്തിക്കൊള്ളണം, മനസ്സിലായോ? മിസ് പറഞ്ഞു. ഓക്കെ മാം, അജ്മൽ പറഞ്ഞു. ഓക്കെ, ഗെറ്റ് ഇൻ. മിസ് പറഞ്ഞത് കേട്ടതും അജ്മൽ ഉള്ളിൽ കയറി അവൻ്റെ സീറ്റിൽ വന്നിരുന്നു. എല്ലാവരും അവനെ ഒരു അന്യഗ്രഹ ജീവിയെ കാണുന്ന പോലെ കണ്ടു. ഗംഗയുടെ മസാലയുടെ അളവ് എനിക്ക് മനസ്സിലായി. ടീച്ചർ ക്ലാസ് തുടർന്നു. ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു. ഇടയ്ക്ക് ഞാൻ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ ഇന്നലത്തെ പോലെ തന്നെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരിക്കുന്നുണ്ട്. ഒരു മാറ്റവുമില്ല. ദിവസങ്ങൾ പഴയതുപോലെ ആരോടും ചോദിക്കാതെ കടന്നു പോവാൻ തുടങ്ങി. അജ്മൽ പിന്നെ ക്ലാസ്സിലേക്ക് ലേറ്റായി വന്നിട്ടില്ല. പക്ഷേ അവനുമായി ആരും കൂട്ടുകൂടാൻ തയ്യാറായില്ല. ഗംഗയുടെ പറച്ചിലും പിന്നെ ഷാരോണും കൂട്ടലും അവനെ ഒരു ശത്രുവായി കണ്ടതും അവനെ തീർത്തും ഒറ്റപ്പെടുത്തി. പക്ഷെ അവന് അതിൽ പരാതിയില്ലായിരുന്നു. അവൻ ആരോടും കൂട്ടുകൂടാതെ അവൻ്റെ ലോകത്ത് മാത്രമായി. ക്ലാസ്സിൽ ഒരിക്കൽ പോലും ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവന് ഒന്നിനോടും താല്പര്യമില്ലായിരുന്നു. അവന് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയ ഏക കാര്യം കുടിയും വലിയുമായിരുന്നു. അവനെ മിക്കപ്പോഴും ആ മൊട്ടക്കുന്നിൽ ഞാൻ കണ്ടു. ഒപ്പം കുടിയും വലിയും അവൻ തുടർന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ ഡ്രസ്സ് വാങ്ങാൻ കടയിൽ ചെന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവനെ ഒരു പെണ്ണുമായി ബൈക്കിൽ പോകുന്നത് ഞാൻ കണ്ടു. പെണ്ണാണെങ്കിൽ അവനോട് ഒട്ടിച്ചേർന്നാണ് ഇരിക്കുന്നത്. ഇതെന്തൊട്ട് വൃത്തിയായിട്ട ജന്മ, ഞാൻ മനസ്സിൽ കരുതി. ഞാൻ പഴയതുപോലെ ജോലിയായി അടിച്ചുപൊളിച്ച് നടക്കാൻ തുടങ്ങി. കൂട്ടുകാരും കോളേജും അവസാന വർഷമല്ലേ, ഈ നിമിഷം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് മാക്സിമം എൻജോയ് ചെയ്തു. ഒരു ദിവസം ഉച്ച സമയത്ത് ഞാൻ ക്യാൻറ്റീനിൽ പോയി വരികയായിരുന്നു. മുറ്റത്തിലൂടെ സൂക്ഷിച്ച് നടന്ന് കെട്ടിടത്തിന് അടുത്തെത്താനായതും
പെട്ടെന്ന് മഴ ശക്തിയിൽ പെയ്തു. ഞാൻ നനയുമെന്ന പേടിയിൽ പെട്ടെന്ന് ഓടി. കുറച്ചു ദൂരമുള്ളെന്ന് കരുതി ഓടി എന്നെ ചെളി ചതിച്ചു. ഞാൻ വഴുക്കി വീണു. നല്ല അസല് വീഴ്ച. ഓട്ടത്തിൽ വീണതുകൊണ്ട് തന്നെ വീഴ്ചയിൽ ഞാൻ തിന്നി കെട്ടിടത്തിനടുത്ത് വരെ എത്തിയിരുന്നു. ചെളിയിൽ വഴുക്കി വീണാൽ നമ്മൾ ഫസ്റ്റ് എന്താ നോക്കുക? ആരെങ്കിലും കണ്ടോ എന്നല്ലേ? ഞാനും അങ്ങനെ തന്നെ പെട്ടെന്ന് ചുറ്റിലും നോക്കി. മുന്നിൽ തന്നെ ഒരാൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആരാണെന്നല്ലേ? അജ്മൽ. വേറെ ആരും കണ്ടില്ല. ഞാൻ അജ്മലിനെ നോക്കി. അവൻ്റെ മുഖത്ത് ചെറിയൊരു ചിരി പൊടിയുന്നത് ഞാൻ കണ്ടു. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് നേരെ കൈ നീട്ടി. ഞാൻ അവൻ്റെ കയ്യിലേക്ക് തന്നെ നോക്കി. എനിക്കിഷ്ടമില്ലായിരുന്നു അവനെ ഞാൻ നല്ലതുപോലെ വെറുത്തിരുന്നു. ഞാൻ അവൻ്റെ കയ്യിൽ പിടിക്കാതെ എഴുന്നേറ്റു. എന്നിട്ട് അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു നോട്ടം നോക്കി ക്ലാസ്സിലേക്ക് നടന്നു. അവൻ എന്നെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഞാൻ പോയി വാഷ്റൂമിൽ ചെന്ന് ചെളി കഴുകിക്കളഞ്ഞു. എന്നിട്ട് ക്ലാസ്സിലേക്ക് കയറി. ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഞാൻ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ പിന്നെയും പഴയതുപോലെ തന്നെ. പുറത്തോട്ട് തന്നെ അവൻ്റെ ശ്രദ്ധ. അവനെ നമ്മൾ വേദനിപ്പിക്കുന്നതോ ഇഷ്ടമില്ലാത്ത തരത്തിൽ നോക്കുന്നതോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നതോ ഒന്നും അവൻ മൈൻഡ് കൂടി ചെയ്യില്ല. അവനതൊന്നും ഒരു വിഷയമേ അല്ല. അവനെ ഈ കാര്യങ്ങൾ ഒന്നും വേദനിപ്പിക്കുന്നില്ല. ചിലപ്പോൾ അവൻ ഇതിലും കൂടുതൽ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലോ? മിക്കവാറും കണ്ടതൊക്കെ വലിച്ചു കയറ്റി വേദനിക്കാനും ചിന്തിക്കാനുള്ളൊക്കെ ശക്തി അടിച്ചു പോയിട്ടുണ്ടാവും. ഞാൻ അവനെക്കുറിച്ച് പലപ്പോഴും ഓരോന്ന് ആലോചിച്ചു കൂട്ടി. എന്തോ ദിവസം കൂടുന്തോറും എനിക്ക് അവനോടുള്ള വെറുപ്പ് കൂടിയതേ ഉള്ളൂ. ഞാൻ പഠിത്തത്തിലും ഫ്രണ്ട്സിനോടൊപ്പമുള്ള നിമിഷങ്ങൾ കൂടുതൽ ആസ്വദിക്കാൻ ശ്രമിച്ചു. അന്നൊരു നാൾ ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടിക്കൽ ക്ലാസ് ആയിരുന്നു. ജാവ ആയിരുന്നു പ്രാക്ടിക്കൽ. ഞങ്ങളെല്ലാവരും ലാബിലേക്ക് ചെന്നു. ടീച്ചർ ഒരു ചോദ്യം തന്നു. എന്നിട്ടത് സോൾവ് ചെയ്യാനായി എല്ലാവരോടും 2 പേരടങ്ങുന്ന ഗ്രൂപ്പ് ആക്കി. എനിക്ക് ലീന എന്ന പേരുള്ള പെൺകുട്ടിയാണ് കിട്ടിയത്. ഓരോരുത്തർക്കും ഓരോ കമ്പ്യൂട്ടർ തന്നു. ഞങ്ങൾ ചോദ്യവുമെടുത്ത് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്നു. മാം, ഞാനൊരാൾ ടീച്ചറെ വിളിക്കുന്നത് കേട്ടു. അപർണയായിരുന്നു അത്. എന്തു പറ്റി അപർണ? ടീച്ചർ അവളോട് ചോദിച്ചു. എനിക്ക് വേറെ ആളെ തരുമോ? അപർണ ടീച്ചറോട് ചോദിച്ചു. ഞാൻ അപർണയുടെ പാർട്ട്ണറെ നോക്കി. അജ്മലായിരുന്നു അപർണയുടെ പാർട്ട്ണർ. എന്തു പറ്റി അപർണ? ടീച്ചർ അവളോട് ചോദിച്ചു. എനിക്കിത് ഇയാളുടെ ഒപ്പം ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേറൊരാളെ തരണം, അവൾ ടീച്ചറോട് അപേക്ഷിച്ചു. അജ്മൽ ഒന്നും പറയാതെ നിർവികാരനായി നിന്നു. ഷാരോൺ ഇത് കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. വൈ, എന്തു പറ്റി? ടീച്ചർ അവളോട് ചോദിച്ചു. എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഞാൻ ഗംഗയുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളാം പ്ലീസ്, അപർണ പറഞ്ഞു. എന്നിട്ട് ഗംഗയുടെ അടുത്തേക്കിരുന്നു. ടീച്ചർ അജ്മലിനെ നോക്കി. ഇയാൾക്ക് ഒരാൾ വേണമല്ലോ. അജ്മലിനെ നോക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു. ടീച്ചർ ചുറ്റിലും നോക്കി. അപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. എല്ലാവരും കാത്തിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.